കർത്താവ് വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്, സൗഖ്യദായകനാണ്. ദൈവത്തിൻ്റെ വിടുതലും നന്മകളും സ്വന്തമാക്കിയിട്ടില്ല എങ്കിൽ വിശ്വസിക്കുവിൻ, കർത്താവ് നിങ്ങൾക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സ്വന്തമാക്കി, ദൈവിക വിടുതൽ സ്വന്തമാക്കി, ജീവിതത്തെ തന്നെ സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിനെ സ്തുതിപ്പാനും കർത്താവിനോട് പറ്റിയിരിക്കുവാനുമുള്ള ഒരു സമർപ്പണവും തീരുമാനവും ഉടമ്പടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നന്മ മാത്രം എനിക്ക് മതി, ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറല്ല എന്ന മാനസികാവസ്ഥയിലാണോ, വിടുതൽ കിട്ടുകയില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ആത്മീക ആരാധനയിൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കും, ഞാൻ ദിനംതോറും കർത്താവിനെ സമയങ്ങളെ മാറ്റിവെക്കും, ഞാൻ വചനം കേൾക്കും, വചനം അനുസരിക്കും, വചനങ്ങൾ ഏറ്റെടുക്കും, വചനങ്ങൾ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാമോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇന്ന് നിന്റെ ജീവിതം ഒരു മാറ്റത്തിൻ്റെ ദിവസമായി മാറും. ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികളുടെ ദിനമായി അത് മാറും. ആമേൻ. ഹൃദയങ്ങളെ തുറക്കുവിൻ, ഹൃദയങ്ങളെ തുറക്കുവിൻ. ആ യേശു എനിക്ക് മതിയെന്ന് വിശ്വസിക്കുവിൻ. കർത്താവ് ഇന്നും ജീവിക്കുന്നു, കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, കർത്താവ് ഇന്നും രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. ഏത് പ്രതികൂലങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലും, ഏത് പൈശാചിക ബന്ധനങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടെങ്കിലും അതെല്ലാം തകർത്ത് അവൻ നിങ്ങൾക്കൊരു ജയത്തെ തരുവാൻ, നിങ്ങൾക്കൊരു ആശീർവാദത്തെ തരുവാൻ, നിങ്ങൾക്കൊരു വിടുതലിനെ തരുവാൻ കർത്താവ് ശക്തനാണ്. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്.